കല്ലാടിയിൽ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് സാജിദ് അജ്മൽ, സമീർ സി മുഹമ്മദൊപ്പം ആശുപത്രിയിൽ നിന്ന് ഷിത ജഗത് എന്നിവർ ചേരുകയാണ്. സാജിദിലേക്ക്. സാജിദ, ഇപ്പോൾ 5 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മണിക്കൂറുകളായി അവിടെ രക്ഷാപ്രവർത്തനം, തെരച്ചിൽ പുരോഗമിച്ചു വരികയാണ്. ഇപ്പോഴത്തെ തെരച്ചിൽ പ്രതീക്ഷാവഹമാണോ? കാണാതായവരെ കണ്ടെത്താൻ കഴിയുമെന്നാണോ കരുതുന്നത്? ദിവ്യ, തുരങ്ക നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗത്ത് ചെറിയ രീതിയിൽ മണ്ണിടുകയും അത് വൻതോതിൽ അവിടെ കൂട്ടിയിട്ട മണ്ണിനൊപ്പം തന്നെ വരികയും ഈ പാലത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവിടെ നിർമ്മാണം നടത്തിയിരുന്ന ആളുകൾ ഉൾപ്പെടെയാണ് ഈ അപകടത്തിൽ പെടുന്നത്. ഈ രക്ഷാപ്രവർത്തനം മണിക്കൂറുകളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വിവിധ JCBകൾ, വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള JCBകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിലും അത് ഒന്നിച്ച് ജോലി ചെയ്യുക എന്നുള്ളത് ദുഷ്കരമാണ്. ഇപ്പോൾ ഇടവിട്ട് മഴ പെയ്യുന്നത് ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ പൂർണ്ണമായി മണ്ണിനടിയിലുള്ള ആളുകളെ പുറത്തെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ രാത്രിയും ജോലികൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ വെളിച്ചത്തിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മഴ അതിശക്തമായി പെയ്യുകയാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകും എന്നതിൽ സംശയമില്ല. ഈ വിവിധ ഈ സ്ഥലങ്ങളിൽ നിന്ന്, ഈ കോഴിക്കോട്, അതോടൊപ്പം തന്നെ വയനാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഈ CPM ജില്ലാ സെക്രട്ടറി റഫീഖ് നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഈ 2 വർഷം മുൻപാണ് വലിയൊരു തന്നെയാണ് ഉള്ളത്. അത് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഈ തുരങ്കപാതയ്ക്ക് സമീപം ചെറുതായി മണ്ണിടിഞ്ഞ് ഒന്നിച്ച് കൂട്ടിയിട്ടത് കൂടി വന്നതാണല്ലേ? അതെ, അങ്ങനെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. മണ്ണ് മുകളിൽ നിന്ന് പൊട്ടിയതാണ് വന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഇവിടെ മഴ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടുണ്ട്. അപ്പം അതിന് ആവശ്യമായ മുൻകരുതലൊക്കെ ഉണ്ടായോ എന്നതൊക്കെ നോക്കേണ്ട കാര്യമാണ്. ഇപ്പം നമ്മൾ അത്തരം കാര്യത്തിലേക്കല്ല കിടക്കുന്നത്. പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ റോഡ് പാലത്തിൻ്റെ ഭാഗം മാത്രമാണ് മണ്ണെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. പല ഭാഗത്തായി മണ്ണെടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടെ സ്പീഡായി തന്നെ അത്തരം മണ്ണെടുക്കലും കാര്യങ്ങളും ഒക്കെ നീക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ജീവന്റെ തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയണം. കുറച്ചുകൂടെ ത്വരിതഗതിയിൽ രക്ഷാപ്രവർത്തനം നടക്കണം. എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നടത്തുകയാണ്. ഇപ്പോ ഈ തൊഴിലാളികളുടെ എണ്ണം കുറവായിരുന്നു തോന്നുന്നു അല്ലേ? തൊഴിലാളികളുടെ എണ്ണം കുറവായിരുന്നു. അത് വലിയൊരു അപകടത്തിന്റെ വ്യാപ്തി അതുകൊണ്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും അപകടം തന്നെയാണല്ലോ ഈ പ്രദേശം. നിങ്ങൾ സൂചിപ്പിച്ച പോലെ നിരന്തരമായ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാവുകയാണ്. പുത്തുമല, ചുരൽമല, ഇപ്പോൾ ഇവിടെയും. അപ്പോൾ വയനാടിനെ സംബന്ധിച്ച്, നാടിനെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളും ഇത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. അപ്പം ജില്ലാ ഭരണകൂടമായാലും സംസ്ഥാന സർക്കാരായാലും മഴയുടെ ഈ വലിയ രൂപത്തിലുള്ള മഴ കണക്കിലെടുത്തുകൊണ്ട് മുൻകരുതൽ പ്രവർത്തനം കുറെ കൂടെ ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും CPMന്റെ ജില്ലാ സെക്രട്ടറി റഫീഖാണ് നമ്മോട് സംസാരിച്ചത്. ഈ രക്ഷാപ്രവർത്തനം അത് ഈ തുടരുന്നുണ്ട്. പക്ഷേ മണ്ണ് വലിയ തോതിൽ അടിഞ്ഞ് മീറ്റർ കണക്കിന് മണ്ണ് കിടക്കുകയാണ്. അത് വളരെ പതുക്കെ മാറ്റുക ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇനിയും 5 ആളുകളാണ് മണ്ണിനടിയിൽ ഉള്ളത്. ആ ആളുകളെ ഈ പുറത്തെടുക്കുക എന്ന ഏറ്റവും ശ്രമകരമായ ജോലിക്കാണ് പ്രാമുഖ്യം നൽകുന്നത്. അതോടൊപ്പം ഈ ചൂരൽമല ഭാഗത്തേക്ക് പോകേണ്ട ആളുകളുണ്ട്. ഈ ആളുകൾക്ക് അവരെ കടത്തിവിടാനായി പാലത്തിലുള്ള മണ്ണ് നീക്കം ചെയ്തിരുന്നു. മണ്ണ് നീക്കം ചെയ്ത് ആദ്യം ഒരു ഘട്ടമായി ആളുകളെ കടത്തിവിട്ടു. പിന്നീട് ഈ പണി തുടർന്ന് വീണ്ടും ആളുകളെ കടത്തിവിട്ടു. ഇന്ന് രാവിലെ സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക്, ജോലി സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവർ സഞ്ചരിച്ചിരുന്ന വഴിയാണ് പൂർണ്ണമായും ഇല്ലാതായത്. വലിയ തോതിലുള്ള ഒരു അപകടം സംഭവിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ കട, അതോടൊപ്പം തന്നെ പള്ളി ഉൾപ്പെടെ ഈ പൂർണ്ണമായി മണ്ണിനടിയിലായി. സാധാരണഗതിയിൽ 100 കണക്കിന് തൊഴിലാളികൾ ഈ തുരങ്ക നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടാകാറുണ്ട്. ഇന്ന് അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ ചെറിയ പണികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ വലിയ ദുരന്തം ഒഴിവായത് എന്നുള്ള ആശ്വാസമുണ്ട്.